ഗൈസ് വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നഷ്ടങ്ങളുടെ കഥ. അതാണ് നമ്മുടെ ടോപ്പിക്ക്. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പല ആൾക്കാരുടെ സമയത്തായിരിക്കും അവർ പല വീഡിയോസൊക്കെ ഉണ്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പം പല ആൾക്കാരും വിചാരിക്കും കൊള്ളാനുള്ള സംഭവം, ഇനിയിപ്പം കോടികളങ്ങ് ഉണ്ടാക്കാം അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം എവിടുന്നേലുമൊക്കെ തപ്പിപ്പറിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നല്ല നിക്ഷേപങ്ങളൊക്കെ പിൻവലിച്ച് എവിടുന്നെങ്കിലും ആരുടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഷെയർ മാർക്കറ്റിലോട്ട് ഇറക്കി. അപ്പോൾ അത് ഷെയർ മാർക്കറ്റ് ഇറക്കി കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ അതിനും അടിപൊളിയായിട്ട് സംഭവമുണ്ട് ഓപ്ഷൻസ്. അങ്ങനെ ഓപ്ഷൻസിലോട്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടുണ്ട്. അങ്ങനെ ഓപ്ഷൻസ് ചെയ്യാൻ തുടങ്ങി, ചെയ്ത് കുറേ പൈസയെല്ലാം അങ്ങ് പോയി. അപ്പം ലാസ്റ്റ് കയ്യിലുള്ള പൈസയും പോയി, കടക്കാരനുമായി, ഒറ്റ ലാഭമുണ്ട് അതുമില്ല, മനസമാധാനമില്ല, ഒന്നുമില്ലാത്ത അവസരത്തെത്തി. അതാണൊരു 50% ആൾക്കാർ, 50 എന്നല്ല, നമ്മളത് കൃത്യമായിട്ട് ശതമാനമൊന്നും എടുക്കാൻ പോയിട്ടില്ല, എന്നാലും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ട്രേഡിങ്ങിൻ്റെ ഒരു രീതി. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഷോർട്ടർ വേർഷനാണ്. അതായത് കൂടുതൽ സമയം നമ്മൾ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് പൈസ ഇടുക എടുക്കുക ആ ഒരു പരിപാടിയാണ് ട്രേഡിങ്. അപ്പോൾ ട്രേഡിങ്ങിനെ അതിൻ്റെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കടം മേടിച്ച പൈസകൾ അങ്ങനത്തെ പൈസകളൊന്നും ഷെയർ മാർക്കറ്റിൽ കൊണ്ട് ഇറക്കാതിരിക്കുക. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തലവേദനകൾ കൂടത്തേ ഉള്ളൂ. പിന്നെ പല ആൾക്കാരും വിദഗ്ധർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലാണെങ്കിലും പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ ഷെയർ മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റുന്ന പൈസകൾ വലിയ തലവേദന ഇല്ലാത്തൊരു പൈസ ആയിരിക്കണം. അതായത് വളരെ സിമ്പിളായിട്ട് ആ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാന്നൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷെയർ മാർക്കറ്റിലോട്ട് ഇറക്കാവുള്ളൂ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ആലോചിക്കുക. അപ്പം നമുക്കൊരു നല്ല ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തുക തന്നെ ഇറക്കണം. അല്ല ഒരു വർഷം കൊണ്ട് ഒരു 1000 രൂപ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു വർഷം നമുക്ക് മുടക്കിയ പൈസയായിട്ട് നല്ല ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കനപ്പെട്ട പൈസ തന്നെ ഇറക്കേണ്ടി വരും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ കുറച്ച് വലുതായിരിക്കും. അത് വലിയ നഷ്ടങ്ങളുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ വലിയ ലാഭങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതായത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്നാലും റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡർ ആയാലും ഇൻവെസ്റ്റർ ആയാലും ചെയ്യേണ്ട കാര്യം. അതായത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക, അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പക്ഷേ പല ആൾക്കാർക്കും ഒരു കാൽക്കുലേഷൻസും കാണത്തില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് കോടികൾ ഉണ്ടാക്കാൻ, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി എവിടുന്നേലൊക്കെ മേടിച്ച പൈസകൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസകൾ, എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച പൈസകളൊക്കെ എടുത്ത് നേരെ കൊണ്ടുവന്ന് ഷെയർ മാർക്കറ്റ് തട്ടുകയും ചെയ്യും, നല്ല നല്ല നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അപ്പം ഷെയർ മാർക്കറ്റ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുകൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്. പക്ഷേ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന നഷ്ടത്തിൻ്റെ പൈസയിൽ നിങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ലാഭം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അതൊക്കെയാണ് എൻ്റെ റിയാലിറ്റി. അപ്പം ഇതൊരു തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ കിടന്ന് കളിക്കുമ്പോഴത്തേക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നല്ല, കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അപ്പം പ്രിക്കോഷൻസ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ശരി, ജീവിത ശൈലികളിലാണ് ശരി, എന്താണ് ശരി, അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ കുറച്ച് കൺട്രോൾസൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഷെയർ മാർക്കറ്റിൻ്റെ ഗുണം തന്നെ അതാണ്. അതായത് നിങ്ങൾ നല്ല ട്രേഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഡിസിപ്ലിൻ ഉള്ളൊരു വ്യക്തിയാവും. അപ്പോൾ ആ ഡിസിപ്ലിൻ എന്നാണ് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡായിട്ട് ലൈഫിൽ ജീവിക്കുന്ന പ്രത്യേകം അയാൾക്ക് വലിയ വലിയ ടെൻഷൻസ് കാണത്തില്ല. മാത്രമല്ല അയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് വലിയ ഇമോഷണൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളെയൊക്കെ കുറച്ച് ലോജിക്കലായിട്ട് കണ്ടിട്ട് തീരുമാനങ്ങളൊക്കെ കുറച്ച് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റും പല നിർണായക സിറ്റുവേഷൻസിനും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ 3-4 വർഷം ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുന്നതിരിക്കട്ടെ, ഈ നഷ്ടം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡ് ആവും. അതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. അതൊരു കോഴ്സായിട്ട് കാണുക. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, UPSC എക്സാമൊക്കെ എഴുതുന്ന ആൾക്കാരെ, കാൻഡിഡേറ്റ്സിനെ കണ്ടില്ലേ? ആ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെ അവർ ഒരു IAS അല്ല IPS ആകാനുള്ളൊരു പേഴ്സണാലിറ്റി അവർക്കുണ്ട്. നിങ്ങൾ ചുമ്മാ സംസാരിച്ച് നോക്കിയാൽ മതി. 1-2 UPSC എക്സാം കാൻഡിഡേറ്റ്സിനെ വിളിച്ച് നിർത്തിയിട്ട് സംസാരിക്കുക. അവരുടെ സംസാരം, പെരുമാറ്റം, അവരുടെ ലോജിക്കൽ അനാലിസിസ്, അതൊക്കെ ഒരു സാധാരണ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി ഹൈ ആയിരിക്കും അവർക്ക്. അപ്പോൾ ആ ഒരു ലോജിക്കൽ അനാലിസിസും കാര്യങ്ങളും, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രോസസ്സ് കൂടെ കടന്നുകൊണ്ട് ആവശ്യമുണ്ട്. ഷെയർ മാർക്കറ്റിനെ ആ ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾ കാണുക. ലോസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു ലോസ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി വെച്ച് നിങ്ങൾക്ക് പലൊരു ബിസിനസ്സുകളും കെട്ടിപ്പടുത്താൻ പറ്റും. അപ്പോൾ ഷെയർ മാർക്കറ്റിലോട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് മണിയായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ പൈസയുടെ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അവിടെ വന്ന് നഷ്ടങ്ങൾ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അല്ല നിങ്ങൾ ഒരു വർഷം സിഗരറ്റ് വലിച്ച് കളഞ്ഞ പൈസയോ അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ കള്ളു കുടിച്ച് കളഞ്ഞ പൈസയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് കാണും. അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്ത് കളയുന്നതാണ്. പക്ഷേ ട്രേഡിങ്ങിനകത്ത് നിങ്ങളൊരു P&L എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പരത്തിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും അതിനകത്ത് കാണിക്കും.
അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ സാധനങ്ങൾ നിങ്ങളുടെ P&L നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ട്രേഡിങ്ങിൽ നഷ്ടം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ലൈഫിൽ ഒരിക്കലും അതൊരു മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. ട്രേഡിങ്ങിൽ നഷ്ടം വരുന്നത് ലൈഫിൽ വരാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് മെച്ചപ്പെടും. നിങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലാവും, കുറച്ചുകൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കും. ഒരു ബിസിനസ്സുകൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പീപ്പിൾ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആഡ് ഓൺ ആവും. അത് തന്നെയാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഷെയർ മാർക്കറ്റിലോട്ട് വരുന്ന പല ആൾക്കാരും ഇതൊന്നും ഇല്ലാതാണ് വരുന്നത്. അപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് അവർക്ക് ഈ മാറ്റങ്ങൾക്ക് അവർ വിധേയമായി ആ മാറ്റങ്ങളിൽ അവർ അടിപൊളിയാകുമ്പോഴത്തേക്കാണ് അവർക്ക് ലാഭങ്ങളായിട്ട് കയ്യിലോട്ട് പൈസ വരുന്നത്. അപ്പോൾ എല്ലാവരും ടെക്നിക്കിൻ്റെ കാര്യം, സ്ട്രാറ്റജി ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു കോർ സംബന്ധിച്ച സൈക്കോളജിയാണ്. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് നിങ്ങൾക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോഫിറ്റുകൾ കാണാൻ തുടങ്ങുള്ളൂ. അതായത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സൈക്കോളജി അതുകൊണ്ട് ബ്ലെൻഡായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നത്, അല്ലാതെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല. അതുമാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ, അവർക്ക് ഭയങ്കര വിഷണറി ആയിരിക്കും, വലിയ വലിയ കാഴ്ചപ്പാട് കാണും. നമ്മളെ ഒരു നോർമൽ ആൾ ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അവർ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഒക്കെ പ്രസംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളി പ്രസംഗമാണ്. കാരണം പുള്ളി പറഞ്ഞതെല്ലാം ഉള്ളിടെ കോറിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾസൊക്കെ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായാൽ പോലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ കാണാതെ പോലും ഒരിക്കലും. നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു 3-4 വർഷത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഇപ്പോഴത്തെ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ മണിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, പിന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ പറ്റി നിങ്ങൾ ഡെയിലി ഓരോ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ആ ഒരു മാറ്റം വരും. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തോടെ മാത്രമേ ഉള്ളൂ പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിൽ നല്ല സമയങ്ങളിൽ റിസ്ക് എടുക്കണം, റിസ്ക് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ റിവാർഡ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിനെ ഒരു ലേണിംഗ് പീരീഡായിട്ട് കാണുക. അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ഏണിംഗ് പീരീഡ് ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വയം മെച്ചപ്പെടാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കില്ല. അതിപ്പോൾ ഇത്തിരി സ്ട്രഗിളായിട്ടുള്ള സമയമാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്കുണ്ടാകണം. അപ്പം നമുക്ക് നമ്മളെ ഒരു ബെറ്റർ വേർഷൻ ആക്കണം, അല്ലെങ്കിൽ നമുക്കൊരു മെച്ചം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നമുക്ക് ജീവിതം ഉണ്ടാകണം, ഒരിക്കലും ഒരു തള്ളിക്കളയല്ലേ. ഇപ്പോൾ ട്രേഡിംഗ് ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിരിക്കുന്ന ആൾക്കാർക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. ട്രേഡിങ്ങിൽ നഷ്ടം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ പറ്റും. ആ ഒരു നല്ല പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല, ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷെയർ മാർക്കറ്റിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് മാത്രമല്ല, ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രേഡിംഗ് തന്നെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് തന്നെ ചെയ്യണമെന്നില്ല. ഓപ്ഷൻസ് തന്നെ ഓപ്ഷൻ ബൈയിങ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്. അതുകൂടെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും, പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രേഡിങ്ങിലൊന്നും ലോസ് വരുന്നതൊന്നും വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളൊരിക്കലും വല്ലവരുടെ പൈസയോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പൈസയോ ലോൺ എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഒരു ഈസി ഗോയിങ് ആയിട്ട് അങ്ങ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി ട്രാക്കിലായിട്ട് വന്നോളും. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോസിനകത്ത് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. ഒന്നെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളോ, ഓരോ ചിന്തയിൽ നിന്നാണല്ലോ നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ലൈറ്റ് തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ട്രാക്കിലോട്ട് നമ്മൾ ചിലപ്പം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു എൻലൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കും ഒരു സന്തോഷം. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.